ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്താണ് വിശദീകരിച്ചു വന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സലാത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞത്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നുള്ളൊരു സംഭവം. ഒരു സലാത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സലാത്ത് എന്താണെന്ന് പറഞ്ഞ് അസ്സലാത്തുൽ ഇബ്രാഹിമിയ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ സംഭവം നമ്മൾ പറഞ്ഞല്ലോ. കൈഫ നുസല്ലി അലൈക് എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അത് പഠിപ്പിച്ചു. അതിന് എന്തുണ്ട്, പ്രയോഗങ്ങളിൽ പല പ്രയോഗങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ബാറക്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നീ സല്ലൈത്ത, നീ സലാത്ത് നിർവഹിച്ചതുപോലെ. നമ്മൾ സലാത്ത് എന്ത് പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ സലാത്ത് എന്ത് നമ്മൾ പറഞ്ഞു. അത് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ സലാത്തിൻ്റെ ഉദ്ദേശം, ആഖിറത്തിൽ സലാത്തിൻ്റെ ഉദ്ദേശമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള തേട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും കുടുംബത്തിനും സലാത്ത് നിർവഹിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സലാത്ത് അള്ളാഹുവിൽ നിന്നുണ്ട് മനസ്സിലായില്ലേ. മുഹമ്മദ് നബിക്കും അതേപോലെ ആലിനും കുടുംബത്തിനും സലാത്ത് നിർവഹിക്കണമേ എന്നുള്ളതാണ് അവിടെ. ആ പോലെ എന്നുള്ളത് ഒരു തൗക്കീദിൻ്റെ മാനയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സലാത്ത് ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ആലിലും എന്തുണ്ടാകണം, സലാത്ത് ഉണ്ടാകണം. ആല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് മാത്രം അവിടെ ഉദ്ദേശമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലും ആലിലും, ആൽ എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടല്ലോ, ആ കുടുംബത്തിൽ മാത്രം എന്നുള്ളതല്ല. അപ്പോൾ സാറ, ഹാജർ, ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവരിൽ മാത്രം എന്നുള്ളതല്ല. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആൽ എന്ന് പറഞ്ഞെങ്കിൽ ആദർശക്കാർ എന്നാണ്. അതാണ് കൂടുതൽ ശരി, ആദർശക്കാർ. അപ്പം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിൽ പെട്ടു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളും അതിൽ പെട്ടു. അതേപോലെ വാല ആലി മുഹമ്മദ് എന്ന് പറഞ്ഞെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം മാത്രമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അവിടുത്തെ ഭാര്യമാർ, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു തആലയുടെ മക്കൾ, അതേപോലെ ജാഫർ റളിയല്ലാഹുവിൻ്റെ മക്കൾ, അതേപോലെ അലിയാരുടെ മക്കൾ, ഇങ്ങനെ ബനു മുത്തലിബ്, അതേപോലെ ബനു ഹാഷിം, ഈ കുടുംബം അവർ മാത്രമല്ല ഉദ്ദേശം. പിന്നെയോ ആൽ എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ആദർശക്കാർ ഉദ്ദേശമാണ്. അപ്പം നമ്മളൊക്കെ ഇതിൽ പെട്ടു, ആ വിഷയത്തിൽ പെട്ടു. അസ്സലാത്ത് അള്ളാഹുവിൽ നിന്നുള്ളത് നമ്മൾ പറഞ്ഞു, മലക്കുകളുടെ സലാത്ത് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുകയാണ്. എന്തിന്? അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് അത് തുടരാൻ, അത് കൂടുതലാകാൻ ഒക്കെ വേണ്ടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് നേരെ. അതിൻ്റെ മഹത്വത്തിൽ, അതിൻ്റെ പ്രാധാന്യത്തിൽ ഒരു ഹദീസിൽ മൻ സല്ല അലയ്യ സലാത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലയ്യ സലാത്തൻ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്, 10 ഹസനാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് തരും എന്നുള്ളതാണ്, എഴുതും എന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഹ അൻഹു 10 സയ്യിആത്ത്, 10 തിന്മകൾ അള്ളാഹു മായ്ക്കും എന്നുള്ളതാണ്. വറഫഅ ലഹു 10 ദറജാത്ത്, 10 ദറജകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകും എന്നുള്ളതാണ്. വസല്ല അലൈഹി 10 സലവാത്ത്, അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് 10 സലാത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് ഉമൈർ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹിയായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതായത് 10
നമ്മളൊരു സലാത്ത് നിർവഹിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ സലാത്ത് നിർവഹിക്കുന്നവന് അള്ളാഹുവിൽ നിന്ന് 10 ഹസനത്ത് എഴുതപ്പെടും, 10 അയാളുടെ സയ്യിഅത്ത് തിന്മകൾ മായിക്കപ്പെടും, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു 10 ദറജകളെ നൽകും. അള്ളാഹു അയാളുടെ പേരിൽ 10 സലാത്ത്, അള്ളാഹുവിൽ നിന്നുള്ള 10 സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കുകളോട് അള്ളാഹു ഇയാളെക്കുറിച്ച് പ്രശംസിച്ച് പറയും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളിൽ വീഴ്ത്തും എന്നുള്ളതൊക്കെ. അതാണ് ഇതിൻ്റെ ഒരു മഹത്വം. അപ്പോൾ സലാത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മളതിൽ അള്ളാഹുവിനെ അനുധാവനം ചെയ്യുന്നു. അള്ളാഹു സലാത്ത് നിർവഹിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹ്മത്ത് നൽകുന്നവനാണ്. നമ്മൾ റഹ്മത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇതേപോലെ അള്ളാഹു സലാത്ത് നിർവഹിക്കുന്നു, മലക്കുകൾ സലാത്ത് നിർവഹിക്കുന്നു, നമ്മൾ അള്ളാഹുവിനെ അനുധാവനം ചെയ്യുന്നു, മലക്കുകളെ അനുധാവനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പേരിൽ നമ്മൾ സലാത്ത് നിർവഹിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ പിന്തുടർന്നുകൊണ്ടാണ്, മലക്കുകളെ പിന്തുടർന്നാണ് സലാത്ത് നിർവഹിക്കുന്നത്. അതതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന് പറയപ്പെട്ട ഈ ബെനിഫിറ്റ്, ഈ അനുഗ്രഹങ്ങൾ വലിയതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞ സലാത്തിന് മറ്റൊരു മഹത്താണ്, ഇന്ന ഔലാക്കും ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സലാത്തൻ ഔ കമാ ഖാൽ. എന്നോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത് അന്ത്യനാളിൽ എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് നിർവഹിക്കുന്നവനാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഔലാഹും ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന ആൾ, ഏറ്റവും കൂടുതൽ സലാത്ത് നിർവഹിക്കുന്നവൻ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പം സലാത്തിൻ്റെ ഒരു മഹത്വമാണ്. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിലേക്ക് പോയൊരു കഥ ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി തോട്ടത്തിലേക്ക് പോകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിരീക്ഷിച്ചു. അങ്ങനെ പിന്നാലെ പോയപ്പോൾ റസൂലുള്ളാഹി തോട്ടത്തിലെത്തിയപ്പോൾ സുജൂദിൽ കിടന്നു ദീർഘനേരം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയും, റസൂലുള്ളാഹി സുജൂദ് ദീർഘിപ്പിച്ചത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം റസൂലുള്ളാഹി ആ കിടത്തത്തിൽ മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്. കാരണം ഇന്ന് തല ഉയർത്തണേ ഇല്ല അത്ര നേരം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണം നേരിട്ടോ എന്ന് വിചാരിച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എടുത്തു പോയിട്ട് അവിടെ ഇരുന്ന്, റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇരുന്നപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ മൻ ഹാദാ എന്ന് പറഞ്ഞിട്ട് നെട്ടി എഴുന്നേറ്റ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഞാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയാണ്, റസൂലെ ഞാൻ പേടിച്ചു പോയി, എത്ര നേരമായി നിങ്ങൾ സുജൂദിൽ, നിങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ച്, നിങ്ങളുടെ റൂഹ് പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ഈ തോട്ടത്തിലേക്ക് വന്നപ്പോൾ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, മൻ സല്ല അലൈക സല്ലൈതു അലൈഹി വ മൻ സല്ലമ അലൈക സല്ലംതു അലൈഹി. മൻ സല്ല അലൈക, ആര് താങ്കളുടെ മേൽ സലാത്ത് നിർവഹിച്ചോ, സല്ലൈതു അലൈഹി, ഞാൻ അയാളുടെ മേൽ സലാത്ത് നിർവഹിക്കും. അള്ളാഹ് സലാത്ത് നിർവഹിക്കും. സലാത്ത് ചെല്ലുന്നവന് അള്ളാഹുവിൻ്റെ സലാത്ത്. വമൻ സല്ലമ അലൈക, ആര് നിങ്ങൾക്ക് സലാം ഓതിയോ, സല്ലംതു അലൈഹി, ഞാൻ അയാൾക്ക് സലാം പറയും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ്ക്ക് സജത്തു ശുക്രൻ ഇല്ല, ഞാൻ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ സുജൂദ് ചെയ്തു എന്നാണ്. ഈ സലാത്തിൻ്റെ ഒരു മഹത്വം ധാരാളമാണ്. ഇതേപോലെ ഹദീസുകൾ ധാരാളമാണ്. ഇന്ന അഫ്ദല അയ്യാമിക്കും, നിങ്ങളുടെ നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട നാൾ ഏതാ? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചയുടെ കുറേ മഹത്വങ്ങൾ പറയുന്നുണ്ട്. ഫീഹി ഖുലിഖ ആദം, അതിൽ ആദം സൃഷ്ടിക്കപ്പെട്ടു. വഫീഹി ഉദ്ഖിലൽ ജന്ന, അതിൽ ആദം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. വഫീഹി ഉഖ്രിജ മിൻഹ, ആദമിന് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് വെള്ളിയാഴ്ചയാണ്. വഫീഹി തീബ അലൈഹി, അതിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗബ ഉണ്ടായത്. പിന്നെ വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. പിന്നെ വലാ തഖൂമു സാഅത്തു ഇല്ലാ ഫി യൗമിൽ ജുമുഅ, അന്ത്യനാൾ സംഭവിക്കൽ വെള്ളിയാഴ്ചയായിരിക്കും. വഫീഹി നഫ്ഖ വഫീഹി സാഖ, ഈ നഫ്ഖത്ത് സാഖത്ത് അതൊക്കെ കാഹളത്തിൽ ഓതുന്ന വിഷയമാണ്. അതൊക്കെ വെള്ളിയാഴ്ച ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഫഅക്സിറു അലയ്യ ഫീഹി മിനസ് സലാഹ്, അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച എൻ്റെ മേലിൽ സലാത്തിനെ വർദ്ധിപ്പിക്കണം, വെള്ളിയാഴ്ച ദിവസം സലാത്തിനെ വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് സഹാബികൾ നല്ല ശരിക്കും ഉൾക്കൊണ്ടിരുന്നു. നമ്മൾ പിൽക്കാലക്കാരൻ മാതിരി സലാത്തിൻ്റെ വിഷയത്തിൽ പിശുക്കുന്ന അവസ്ഥയിലായിരുന്നു പൂർവികർക്ക്. ഒരിക്കൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക്, ഞാൻ അങ്ങയുടെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കുന്ന ആളാണ്. ഫകം അജ്അലു ലക സലാത്ത് ഫി ദുആഇ, ഞാൻ ദുആ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ എത്ര അതിൽ സലാത്ത് നിശ്ചയിക്കണം, എത്ര സലാത്ത് ഞാൻ നിശ്ചയിക്കണം, ഒരു ദുആ ചെയ്യുകയാണെങ്കിൽ എത്ര സലാത്ത് ചെല്ലണം
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മാഷിത്ത് താങ്കൾ ഉദ്ദേശിക്കുന്ന അത്രയെന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാൻ അറുബ്, ഞാൻ ഒരു റുബ് സമയം ഇപ്പോൾ 10 മിനിറ്റ് ഉദാഹരണത്തിന് 10 മിനിറ്റ് സലാത്തിലാണെങ്കിൽ അതിൻ്റെ റുബ് അത്ര 3 പോയിൻ്റോ 2.5 മിനിറ്റ്. അപ്പോൾ 2.5 മിനിറ്റ് സലാത്ത്, ഞാൻ 2.5 മിനിറ്റ് സലാത്ത് എല്ലിയിട്ട് പിന്നെ 7.5 മിനിറ്റ് ദുആ ചെയ്യട്ടെ, ആ അർത്ഥത്തിലാണ് ചോദ്യം അദ്ദേഹം റുബ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മാഷിത്ത് ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, നിങ്ങൾ സലാത്ത് കൂടുതലാക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിസ്ഫ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഉദാഹരണമാണ് കേട്ടോ ഈ 5 മിനിറ്റ്. അപ്പോൾ പറയാണ് മാഷി ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, താങ്കൾ ഉദ്ദേശിക്കുന്ന അത്ര ചെയ്തോളൂ, കൂട്ടുകയാണെങ്കിൽ അതാണ് ഉത്തമം. അപ്പോൾ സുലുസൈൻ എന്ന് പറഞ്ഞാൽ 3/2 ടൈം, 10 മിനിറ്റിന് 3/2. അപ്പോൾ റസൂൽ എപ്പോഴും പറഞ്ഞു മാഷിത്ത് ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്. അപ്പോൾ അദ്ദേഹം ഉബയ്യ പറഞ്ഞു എന്നാണ് അജ്അലുലക സലാത്തി കുല്ലഹ, 10 മിനിറ്റ് ഞാൻ സലാത്ത് നിർവഹിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് ഈദൻ തുക്ഫ ഹമ്മക് വയുഗ്ഫറു ലക ദംബുക്, ഈദൻ എങ്കിൽ തുക്ഫ ഹമ്മക് താങ്കളുടെ ടെൻഷൻ എന്തുണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടും, അതിനത് മതി. അതേപോലെ തന്നെ വയുഗ്ഫറു ലക ദംബുക് താങ്കളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ടെൻഷൻ മാറാൻ, അതേപോലെ തന്നെ പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ, പൊറുക്കപ്പെടാൻ സലാത്ത്, 10 മിനിറ്റ് സലാത്ത് ദുആ ചെയ്യാനിരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് സലാത്ത് എല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദുആൻ്റെ ആവശ്യമില്ല, ദുആൻ്റെ ആ സ്ഥാനത്ത് ഈ സലാത്ത് നിർവഹിച്ചത് മതി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സലാത്തിൻ്റെ വിഷയം അത് വളരെ ഒരു പ്രാധാന്യത്തിൽ കാണേണ്ടതാണ്. സലാത്ത് എന്നുള്ളത് നമ്മൾ അത് ഒരു ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിന് മുമ്പിൽ സലാത്ത്, ദുആ ചെയ്തതിന് ശേഷം സലാത്ത്. അലിയിൽ നിന്നും ഉമറിൽ നിന്നും റളിയല്ലാഹു അൻഹുമ ഉള്ള അസറിൽ കാണാം, നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുആ ഉണ്ടല്ല അതിങ്ങനെ മാനം കയറാതെ തട്ടി നിൽക്കുമെന്നുള്ളതാണ്. മഹ്ജൂബ്, മാനം കയറുന്നതിന് തൊട്ട് തടയപ്പെടും. ഹത്ത യുസല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സലാത്ത് ചെല്ലപ്പെടുന്നവരെ ദുആ ചെയ്തിട്ട് സലാത്ത് ഇല്ലെങ്കിൽ ആകാശത്തേക്ക് ദുആ കയറും. മനസ്സിലായി? പല ആളുകളും ഇത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് എത്ര ദുആ ചെയ്തിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷേ ഇങ്ങനെ ദുആ ഉണ്ടല്ല, അവിടെ ഉപരിലോകത്തേക്ക് അള്ളാൻ്റെ ദർബാറിലേക്ക് എത്തണമെങ്കിൽ അതിന് കുറച്ച് ഇന്നുണ്ട്, കടമ്പകളുണ്ട്, വിഷയമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സലാത്ത്. ഒരു വ്യക്തി വന്ന് നിസ്കരിച്ചു, എന്നിട്ട് അദ്ദേഹം കൈകൾ ഉയർത്തി ദുആ ചെയ്ത്. ഹദീസിൽ കാണാം അദ്ദേഹം അള്ളാഹുവിന് സനാ നിർവഹിച്ചില്ല, അള്ളാഹു വാഴ്ത്തിപ്പ് കയറ്റി, അങ്ങനെയല്ല, അള്ളാഹുവിനെ ഹംദ് ചൊല്ലി അങ്ങനെയാണ് സലാത്ത് ദുആ ചെയ്യേണ്ടത്. ആദ്യം അള്ളാഹുവിനെ ഹംദ് ചൊല്ലി തസ്ബീഹൊക്കെ ചൊല്ലി അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചെല്ലണം. ഈ മനുഷ്യന് സനാവും ഇല്ല സലാത്തും ഇല്ല, റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്തും ചൊല്ലിയില്ല, അതിന് മുമ്പ് സനാവും ഇല്ല, അങ്ങനെയാണ് ദുആ ചെയ്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു കൊടുത്തു, പിന്നെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ സനാ നിർവഹിക്കണം, അള്ളാഹു വാഴ്ത്തിപ്പ് കയറ്റണം, പിന്നെ സലാത്ത് ചെല്ലണം, എൻ്റെ പേരിൽ സലാത്ത് ചെല്ലണം, എന്നിട്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. വേറൊരാൾ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം നിസ്കരിച്ചു, എന്നിട്ട് സനാ നിർവഹിച്ചു, അള്ളാഹുവിനെ നന്നായി ഹംദൊക്കെ നിർവഹിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സലാത്ത് ചൊല്ലി, പക്ഷേ അയാൾ ദുആ ചെയ്തില്ല, അയാൾ പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ വിളിച്ചിട്ട് പറയാണ് സൽ തുഅത ഉദു തുജബ്. ഉദു എന്ന് പറഞ്ഞാൽ നീ ദുആ ചെയ്യ്, നിനക്ക് ഉത്തരം കിട്ടും, നീ ചോദിക്ക അള്ളാഹിനോട്, തുഅത ചോദിക്കുന്നത് നൽകപ്പെടും. കാരണം നീ സനാവും നിർവഹിച്ചു, അള്ളാഹുവിനെ ഹംദ് നിർവഹിച്ചു, പിന്നെ നീ സലാത്തും ചൊല്ലി, നീ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി അയാളോട് അവിടെ ദുആ ചെയ്യാൻ പറഞ്ഞു എന്നാണ് ഹദീസിലുള്ളത്. ഹദീസ് സഹിഹാണ്. അപ്പോൾ നമ്മൾ ഈ സലാത്തിൻ്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഫൈന സലാത്തക്കും തുറദു അലയ്യ, നിങ്ങൾ നിർവഹിക്കുന്ന സലാത്ത് അത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും, അവതരിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീൻ, അള്ളാഹുവിന് ഭൂമിയിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികളായ മലക്കുകളുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ആ മലക്കുകൾ എനിക്ക് സലാമിനെ എത്തിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുക, സലാം നിർവഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു മുഖ്യ വിഷയമാകണം. അതിന് ഒരിക്കലും ലുബ്ധത പാടില്ല. അതിൽ നമ്മൾ റസൂലുള്ളാഹി പഠിപ്പിച്ച സലാത്ത്, പ്രത്യേകിച്ച് ഇന്ന് വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചില ഈ വ്യാജ സലാത്തുകൾ മാർക്കറ്റ് നേടി.
വ്യാജ സലാത്തുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം അതിൽ പെട്ടതാണ് ഈ നമ്മുടെ നാട്ടിൽ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സലാത്താണ് സലാത്ത് അൽ ഫാത്തിഹ് നരിയുണ്ട് സലാത്തുൽ ഫാത്തിഹ്. നമ്മളെ ഈ ഒരു പുതിയ കച്ചവടക്കാരനുണ്ടല്ലോ, അയാളുടേത് മുഖ്യ ഈ സലാത്തുൽ ഫാത്തിഹാണ്. എന്ത് ഈ സലാത്തുൽ ഫാത്തിഹ വിട്ടുപോയി. സലാത്തുൽ ഫാത്തിഹ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് അൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖൽ ഖദ്രി വൽ മിഖ്ദാരിൽ അദീം. ഹഖൽ ഖദ്രി വൽ മിഖ്ദാരിൽ അദീം, അതാണ് സലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ്, അതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, ഞങ്ങളുടെ സയ്യിദായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സലാത്ത് അല്ലണമേ. എന്നിട്ട് പറയണ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ്. എന്താ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ്? അടക്കപ്പെട്ടതെല്ലാം തുറക്കുന്നവനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടക്കപ്പെട്ടതെല്ലാം തുറക്കുന്നവനായ, അതൊക്കെ ഒരു എന്ത് വർണ്ണനയാണ്, ഒരു തീവ്ര വർണ്ണനയാണ്. അതിൻ്റെ ഉദ്ദേശം ഒന്നും വ്യക്തമല്ല. അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് അൽ ഖാതിമി ലിമാ സബഖ്, മുൻകടന്നതിനെയൊക്കെ അൽ ഖാത്തിം, അവസാനിപ്പിക്കുന്നവൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? പല ഈ സൂഫികളുടേതാണ് ഈ സലാത്തൊക്കെ, സൂഫികളുടെ നിർമ്മാണമാണ്. അതിലൊക്കെ ഈ അന്ധവിശ്വാസം പേറി അതിനനുസരിച്ചാണ് ഈ സലാത്തിനൊക്കെ ഈ വരികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ ചിലതൊക്കെ തനി കുഫ്രായിരിക്കും, ചിലതൊക്കെ തനി പ്രശ്നമായിരിക്കും. ജൗഹറുൽ മആനി എന്ന് പറയുന്ന കിതാബ്, അതിൽ സൂഫികൾ തീജാനി തരീക്കത്തുകാരുടേതാണിത്. തീജാനി തരീക്കത്തുകാരുടേതാണ് ഈ സലാത്തുൽ ഫാത്തിഹ. സലാത്തുൽ ഫാത്തിഹ ഇനി സലാത്ത് താജ് അങ്ങനെ ഒന്നും ഉണ്ടല്ലോ, സലാത്തു താജ് സലാത്ത്, നാരിയ സലാത്ത് വേറെ ഉണ്ട്. സലാത്തു താജ് എന്താ? അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദിൻ സാഹിബി താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ ഖലം, അങ്ങനെയാണ്. ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം, അങ്ങനെയാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദിൻ സാഹിബി താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ ഖലമി ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ മറദി വൽ അലമി, ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ഈ താജു സലാത്ത്. ഇതൊന്നും നിസ്ലാശ്രമങ്ങളിൽ നിന്നുള്ളതല്ല, ഇതൊക്കെ പിൽക്കാലത്ത് ഈ സൂഫി തെരീക്കത്തുകൾ കെട്ടിണ്ടാക്കിയതാണിത്, വ്യാജമായിട്ടും അവരുണ്ടാക്കിയതാണ്. എന്നിട്ട് ഇതിലൊരു സലാത്ത് എനിക്കൊണ്ട് ഫാത്തിഹിനെ കുറിച്ചാണ് തോന്നുന്നത്. ഈ ദുനിയാവിൽ എത്ര തസ്ബീഹിലോ നിർവഹിക്കപ്പെടുന്നുണ്ടോ ആ തസ്ബീഹ്, എത്ര ദിക്ർ നിർവഹിക്കപ്പെടുന്നുണ്ടോ ആ ദിക്ർ, എത്ര ദുആ നിർവഹിക്കപ്പെടുന്നുണ്ടോ ആ ദുആ, അതിൻ്റെ മഹത്താണ് ഇത് ഒരു പ്രാവശ്യം ചൊല്ലിയാലാണ്. 6000 തവണ ഖുർആൻ ഖത്തം തീർക്കുന്ന പ്രതിഫലമാണ് ഇതൊരു തവണ ചൊല്ലിയാലാണ്. ഈ ജൗഹറുൽ മആനി പറഞ്ഞ സൂഫികളുടെ കിതാബാണ്, ഈ തീജാനി തരീഖത്തിൽ അറിയപ്പെട്ട കിതാബാണിത്. ഇതിൻ്റെ മഹത്വം പറയാണ്. മുഷ്കില ഇതിൻ്റെ പ്രശ്നം ഇത് ദീനിൽ പുതുതായി ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ഈ സലാത്ത് നാരിയ, ഇതിൻ്റെ കൂടെ അന്നാരിയ ആ പേര് തന്നെ ഒരു എടുങ്ങേറ് പിടിച്ച പേരാണ്. നർത്തിയിലേക്ക് ചേർത്താണ് നാരിയ. അത് നാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സലാത്താണ്, അയാൾ ഉണ്ടാക്കിയാണത്. ഇബ്രാഹിം നാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ സലാത്താണത്. അത് ശരിക്കും നാസിയാണ്, അതിൻ്റെ സായിൻ്റെ പുള്ളി പോയതാണ്. പക്ഷേ ഇതെന്തായി നാരിയാക്കി ആളുകൾ, ആ നിലക്ക് അത് വിശ്രുതായി. എന്തായാലും അതിൽ ഈ സലാത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ്. ചിലർ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു എന്ന് പറയും, അല്ലെങ്കിൽ അലാ സയ്യിദിന മുഹമ്മദിൻ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വയുസ്തസ്ഖ ബിവജ്ഹിൽ ഗമാമു. ഇങ്ങനെ തുടങ്ങിയിട്ടാണ് സലാത്തുൻ നാരിയ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിലൊന്നും ഇതൊക്കെ ഈ സൂഫികളുടേതാണ്. ഇതിൽ പലതിൻ്റെ അർത്ഥം വ്യംഗ്യമാണ്.
ഇത് പിന്നെ അതുകൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത് എന്ത്, പലതും ഈ തരീക്കത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി, പ്രത്യേകിച്ച് തിജാനി തരീക്കത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതൊക്കെ പലതും തനി കുഫറാണ്. ഇപ്പം ആലോചിച്ച് നോക്കി, ഇതിൽ സലാത്തുൽ ഫാത്തിഹാട്ടെ സലാത്തു താജാട്ടെ ഇതൊരു പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 6000 തവണ ഖുർആൻ ഖത്തം തീർക്കുന്ന മേനി എന്ന് പറഞ്ഞെങ്കിൽ അത് എന്തൊരു അപരാധമാണ്, എന്തൊരു അപരാധമാണ്. പിന്നെ ഇത് പിന്നെ മിക്കപ്പോഴും ഇത് ചെല്ലേണ്ടത് ഇത്ര തവണയാണ്, എത്ര 4444 തവണ ഇങ്ങനെയാണ് പറയുക. മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വ്യവസായികളുടെ ഒരു രീതിയാണിത്, ഇങ്ങനെ ഒരു വശീകരണം ഉണ്ടാക്കുക എന്നുള്ളത്. എന്തായാലും ഇത് പിന്നെ സുബൈൻ്റെ മുമ്പ് ഇത്ര എണ്ണം ചെല്ലുക, സുബൈ കഴിഞ്ഞിട്ട് ഇത്ര എണ്ണം ചെല്ലുക, മഗ്രിബിക്ക് മുമ്പ് ഇത്ര എണ്ണം ചെല്ലുക, പിന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര എണ്ണം ചെല്ലുക. ഇതൊക്കെ പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉണ്ടാക്കിയ സലാത്തുകളാണ്. ഇത് ഇന്നപ്പം ചെല്ലണം എന്ന് ഇവർക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? അത് ദീനല്ലേ. ഇത്ര എണ്ണം ചെല്ലണം, അത് ദീനല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ആർക്കാണ് ഇങ്ങനെ ദീനുണ്ടാക്കാനുള്ള അവകാശം? ഇപ്പോൾ നമുക്കറിയാം ദുആഉൽ കർബ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ടെൻഷൻ പോകാനുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പല ദുആകൾ. അതിൽ ഏറ്റവും ചെറുതന്നെ ഇപ്പോൾ അല്ലാഹു ലാ ഉശ്രികു ബിഹി ഷൈഅ, ടെൻഷൻ മാള. ഇത് ടെൻഷൻ പോകുമ്പോൾ ചെല്ലേണ്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനായി ചെല്ലുന്നത്, അത് പറയുന്നത്, അങ്ങനെ പരിചയപ്പെടുത്തുന്നത്. ഇവരിത് ടെൻഷൻ പോകാനുള്ളതാണ്, സലാത്താണ്, അല്ലെങ്കിൽ ഇത് മരിച്ചെടുത്ത് 4444 വക ചെല്ലേണ്ടതാണ് എന്ന് ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ആരാ അവർക്ക് അതിന് വഹയി കൊടുത്തത്? ആരാ ഇതിനോട് അവർ പറഞ്ഞത്? പിന്നെ ഇതിൽ പലതും ഇപ്പോൾ ഈ നാരിയ സലാത്തിലൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഉദ്ദേശിച്ചിട്ടാണ് ഈ തൻഹല്ലു ബിഹിൽ ഉഖദു തൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റഗായിബ്. പ്രയാസങ്ങൾ പോകുന്നത് നബിയെ കൊണ്ട്, ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത് നബിയെ കൊണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ക്ലേശതകൾ വഴിമാറുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടല്ലോ. ഈ സൂഫികൾ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കണത് എന്താണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരും എന്നുള്ളതല്ല. പിന്നെ സൂഫികൾ അവരുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ, ഇനിയിപ്പോൾ അവരുദ്ദേശിക്കുന്ന തരീഖത്തിൻ്റെ ഷെയ്ഖുമാരാകട്ടെ, ഒലിയുമാരാകട്ടെ, അവരൊക്കെ സദാ നമ്മളെ കാണുന്നു, നിരീക്ഷിക്കുന്നു, നോക്കുന്നു, നമ്മളെ അറിയുന്നു, എന്നിട്ട് അവർ നമുക്കൊക്കെ ഇത് നേടിത്തരും എന്നുള്ള വിശ്വാസപ്പുറത്താണ് ഇതൊക്കെ ചെല്ലുന്നത്. അള്ളാഹുവിനുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹു അല്ലാത്തവർക്ക് വകം മാറ്റുന്ന പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ശിർക്കിൻ്റെ വിശ്വാസങ്ങൾ പലതും വരുന്നു പോകുന്ന അവസ്ഥകളുണ്ട്. പിന്നെ ഒറിജിനൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സുന്ദരമായി പറഞ്ഞു കൊടുത്തു, വളരെ സുന്ദരമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ പ്രയോഗങ്ങൾ പലത് വന്നിട്ടുണ്ട്. ഇത് പറ്റെന്തായി ആളുകളിൽ നിന്ന് വിസ്മൃതമായി. നമ്മളൊരു സലാത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു അനുഭവമുണ്ട്. നേരിട്ട് നമ്മളിപ്പോൾ ഏതൊരു ഖുത്ബ കഴിഞ്ഞിട്ട് പ്രസംഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സലാത്തിലിട്ട് അവസാനിപ്പിക്കുക. ഏത് സലാത്തില്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അങ്ങനെ അവസാനിപ്പിക്കുക. ഒരാളിനോട് വന്നിട്ട് പറയുകയാണ്, ഉസ്താദ് നിങ്ങൾക്കൊരു സലാത്തിലിട്ട് നിർത്തിക്കൂടെ? അപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന സലാത്ത് എന്താ? അയാൾ ഉദ്ദേശിക്കുന്ന സലാത്ത് പിന്നെ മരി സലാത്താണ്. ഉണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടല്ലോ. അത് സലാത്ത് തന്നെയാണ്, അതിൽ ഇഷ്കാലൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഹദീസിൽ വന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഹദീസിൽ വന്നതാണ്. പക്ഷേ ഇബ്രാഹിമി സലാത്ത് അത് ചൊല്ലിയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊരു സലാത്തായിട്ട് ആളുകൾക്ക് എന്തില്ല, ഒരു ധാരണയില്ലാത്ത പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യാജന്മാർ ഇങ്ങനെ മാർക്കറ്റ് നേടി അത് ഇത്രയൊക്കെ തവണ 70,000 തവണ ചെല്ലും നാരിയ സലാത്ത് വീടുകളിൽ. എന്തായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഈ വ്യാജങ്ങൾ, ഈ തരീഖത്തുകാരുണ്ടല്ലോ സൂഫികൾ, ഈ ദീനിനെ ഇത്രമേൽ കടന്നാക്രമിച്ച ഒരു വിഭാഗം വേറെ ഉണ്ടാവില്ല. അത് പലതുകൊണ്ടും ഒന്നാലോചിച്ച് നോക്കി. ഈ അവരുടെ ഒരു ആധികാരിക ഗ്രന്ഥം ജൗഹറുൽ മആനിയിൽ ഈ സലാത്ത് ഒരു തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 6000 തവണ ഖുർആൻ ഓതുന്നുണ്ട് മേനി എന്ന് പറഞ്ഞെങ്കിൽ അത് ഒന്ന് ആലോചിച്ച് നോക്കി. ആരോട് ചെയ്യുന്ന അക്രമമാണ്? ദീനിനോട് ചെയ്യുന്ന അക്രമം, വിശുദ്ധ ഖുർആനോട് ചെയ്യുന്ന അക്രമം. അതെത്ര ക്രൂരത! ഇതേപോലെയാണ് ഈ ആളുകളൊക്കെ ആളുകളുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ അല്ലാഹുൽ മുസ്തആൻ വലിയ ഒരു സങ്കടമാണ് കാര്യം. ഒറിജിനൽ സലാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ പുണ്യം, അതിൻ്റെ മഹത്വം. പല ആളുകൾക്കും സലാത്തിൻ്റെ വിഷയത്തിൽ വലിയ വീഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഏറ്റവും വലിയ പിശുക്കനാരാ? അൽ ബഖീൽ. അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈ. ഞാൻ പറയപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സലാത്ത് നിർവഹിക്കാത്തവൻ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പേരിൽ സലാത്ത് നിർവഹിക്കാത്തവൻ അൽ ബഖീൽ, അവനാണ് യഥാർത്ഥ പിശുക്കൻ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈ, ഞാൻ പറയപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സലാത്ത് നിർവഹിക്കാത്തവൻ ഖതിഅ ത്വരീഖൽ ജന്ന എന്നാണ്. എന്താ ഖതിഅ ത്വരീഖൽ ജന്ന? സ്വർഗത്തിൻ്റെ വഴി തെറ്റിപ്പോയവനാണെന്നാണ്. അവൻ സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിയവനാണെന്നാണ് പറഞ്ഞത്. അത് എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. അതിങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ മാലാഖരോട് ആർത്ത് വിളിക്കുന്ന ഏർപ്പാടല്ല. പിന്നെ നമ്മളുടെ മനസ്സിൽ നമ്മുടെ അധരങ്ങൾ ചലിക്കും വിധം നമ്മൾ സ്വലാത്ത് നിർവഹിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക്, ഇങ്ങനെ നമ്മൾ സ്വലാത്ത് നിർവഹിക്കണം. മറ്റൊരു ഹദീസിൽ റഗിമ അൻഫു എന്നാണ്. എന്താ റഗിമ അൻഫു? റഗിമ അൻഫുഹു. റഗിമ അൻഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്നാണ്. നോമ്പിൻ്റെ വിഷയത്തിൽ വരുന്ന ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി മലക്ക് ജിബ്രീൽ ദുആ ചെയ്ത് റസൂലുള്ള ആമീൻ പറഞ്ഞത്. റസൂലുള്ള ആമീൻ ആമീൻ എന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമെന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്? അപ്പോൾ പറയാണ് റഗിമ അൻഫു ഇംറിഇൻ, ഒരു മനുഷ്യൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവൻ തൊലയട്ടെ എന്നതിൻ്റെ അർത്ഥം. അല്ലാഹു നമ്മളൊക്കെ ആകട്ടെ. എന്താ കാര്യം? ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈ, ഞാൻ പറയപ്പെട്ടു എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയില്ല എന്നുള്ളതാണ്. മുഹമ്മദ് സല്ലി വസല്ലം മുബാരിക് അല നബീന മുഹമ്മദ് റഗിമ അൻഫു. ഇതേപോലെ വേറെ ഹദീസുകൾ ധാരാളമുണ്ട്. അൽ ഹാഫിദ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ ഇങ്ങനത്തെ കുറേ ഹദീസുകൾ. അതേപോലെ തന്നെ ഈ ഇബ്നുൽ ഖയ്യിമിന് ഒരു കിതാബുണ്ട്, ജലാഉൽ അഫ്ഹാം എന്ന് പറയുന്ന കിതാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തിൻ്റെ വിഷയങ്ങൾ പറയുന്ന ഒരു മഹൽ രചനയാണ്. ഏതായാലും ഞാനിവിടെ ഇതൊക്കെ പറഞ്ഞത് ഈ സലാത്ത് ചെല്ലുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സലാത്തിനെ വർദ്ധിപ്പിക്കണം. അതൊരു വലിയ ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ എന്നാണ്. അള്ളാഹും അള്ളാഹുവിൻ്റെ മലക്കുകളും സലാത്ത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു നിർവഹിക്കുന്ന, മലക്കുകൾ നിർവഹിക്കുന്ന ഒരു വിഷയമാണ് സലാത്ത്, അമലാണ് സലാത്ത്. എന്നിട്ട് നമ്മൾ അള്ളാഹ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ഞാനത് പറയാതിരുന്നത് ഇവിടെ നമ്മൾ അതൊക്കെ ഇതിൽ വന്നു. ഈ ഹുമൈദിൻ അൻസാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഒരാൾ ഒരു സലാത്ത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് അയാൾക്ക് 10 ഹസനത്ത്, 10 സയ്യിഅത്ത്, 10 ദറജാത്ത്, പിന്നെ അയാൾക്ക് അള്ളാഹു 10 സലാത്ത് നിർവഹിക്കുന്നതാണ്. ഈ ഹദീസിൽ അതൊക്കെ വന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തഅളീം, ആദരിക്കലാണത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളിൽ നിന്ന് ഹക്കുകളുണ്ട്. ആ റസൂലുള്ളാഹി ഈ ലോകത്ത് ഉദയം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹീദ മാതൃക ഈ ലോകത്ത് വെട്ടം വീശിയില്ല എങ്കിൽ നമ്മൾ എന്തായിരിക്കും? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ റസൂലാണ്. അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹരീസുൻ അലൈക്കും, നിങ്ങൾ ഉമ്മത്തികളുടെ മേലിൽ ഹിർസുള്ള, നിങ്ങൾ രക്ഷപ്പെടണമെന്ന അമിത താല്പര്യമുള്ള അത്യാർത്ഥിയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ക്ലേശകരമായത് താങ്ങാനാവാത്ത റസൂൽ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പ്രയാസമുള്ളത് താങ്ങാനാവാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഉമ്മത്തി ഉമ്മത്തി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എപ്പോഴത്തെയും വിളി. എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത് രക്ഷപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ. അത് അന്ത്യനാളിൽ അവിടെ വരെ യൗമ യദഉ ആദമു വ അംബിയ നഫ്സി 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 നഫ്സിയ യൗമ യദഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ. ആദമും അംബിയാക്കളൊക്കെയും നഫ്സി നഫ്സി എന്ന് പറയുന്ന പരലോകത്ത് ഖൈറു ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി 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 എന്നാണ് പറയാം, ഉമ്മത്തികളുടെ വിഷയം. അപ്പോൾ ആ റസൂലുള്ളാഹിക്ക് നമ്മളിൽ നിന്നുള്ളൊരു ഹക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ സലാത്ത് നിർവഹിക്കുക എന്നുള്ളത്. അത് ആ ഹക്ക് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളിൽ നിന്ന് അർഹപ്പെട്ടതാണ്. അതിൽ നമ്മൾ പിശിക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം, അതേപോലെ തന്നെ എല്ലാ രാവിലെയും വൈകുന്നേരമൊക്കെ സലാത്ത് വർദ്ധിപ്പിക്കണം. ചുരുങ്ങിയത് 10 തവണ സലാത്ത് ഉണ്ടായിരിക്കണം. സലാത്ത് പറയപ്പെട്ട പ്രത്യേക സ്ഥലങ്ങൾ, നിർബന്ധമായ സ്ഥലങ്ങളുണ്ട്.
നിസ്കാരത്തിലും തശഹുദിൽ, അതേപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിൽ. എപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൽ എപ്പോൾ? രണ്ടാമത്തെ തക്ബീറിന് ശേഷം. പിന്നെ നബിസ്വല്ലല്ലാഹു തങ്ങൾ പറയപ്പെട്ടാൽ, നബിസ്വല്ലല്ലാഹു തങ്ങൾ ഇപ്പോൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെട്ടാൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവ് ഇതാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, റഗിമ അൻഫു മ്രിഇൻ, ഒരു മനുഷ്യൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവൻ തുലയട്ടെ. വിഷയം ദുഃഖിർത്തു ഇൻദഹു, ഞാൻ അവൻ്റെ അടുക്കൽ പറയപ്പെട്ടപ്പോൾ ഫലം യുസല്ലി അലൈ, അവൻ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ പ്രയോഗം റസൂൽ നടത്തിയപ്പോൾ റസൂൽ പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് ചെല്ലൽ എന്താണ്? നിർബന്ധമാണ് എന്ന് ചില ഫുഖഹാക്കൾ ഇതിനെ മനനം നടത്തിയിട്ട് വിധിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ നമ്മൾ ഈ സലാത്തിൻ്റെ മഹത്വം അറിയണം, അതിൻ്റെ പിന്നെ പ്രാധാന്യം ഉൾക്കൊണ്ടത് നമ്മൾ നിർവഹിക്കണം. ഇപ്പോൾ മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, സലാത്തും സലാമും ചൊല്ലിയിട്ടാണ് പ്രവേശിക്കുന്നത്. മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ സലാത്ത് ചെല്ലാൻ പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നമ്മൾ സലാത്ത് നിർവഹിക്കുക. പിന്നെ ഈ അൽ ഫാത്തിഹ, അത്താജ്, അന്നാരിയ, ഇങ്ങനെ ഇതൊക്കെ എന്താണ്, ഇതൊന്നും പിൽക്കാലങ്ങളിൽ മാർക്കറ്റിൽ നേടിയ ചിലർ കെട്ടിയുണ്ടാക്കിയ സലാത്തുകളാണ്. ഇതൊക്കെ സൂഫികളുടെ സൃഷ്ടികളാണ്. ഇതിൻ്റെയൊക്കെ പലതിൻ്റെയൊക്കെ അർത്ഥം തന്നെ പെശകാണ്, ഉദ്ദേശം പെശകാണ്, അർത്ഥം പെശകാണ്. പിന്നെ മാത്രമല്ല ഇത് എന്ത് ചെയ്തു, ഇത് ഈ ഒറിജിനലിനെ, അതാണ് ഏറ്റവും ഉണ്ടായത്, ഒറിജിനലിനോട് ഇത് പിന്നെ വലിയ വെല്ലുവിളി ഉയർത്തി. ഈ സൂഫികൾ ഉണ്ടല്ലോ, അവരും പല മതക്കാരുടെയും പ്രേരണയിലാണ് അവരുടെ പല പരിപാടികളും. ആ മതക്കാർ എന്ത് ലക്ഷ്യമാക്കിയത് അവർ നേടി. കാരണം ഇത് അസ്തമിക്കുന്ന അവസ്ഥ ഉണ്ടായി, ഇതിന് സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അത് ഈ സലാത്തിൻ്റെ മഹത്വം എത്രയാണ്, ഈ സലാത്തിൻ്റെ മഹത്വം ദുനിയാവിലും ആഖിറത്തിലും എത്രയാണ് അല്ലേ? അത് നേടേണ്ട മുസ്ലിം ഉമ്മത്ത് അതിൽ നിന്ന് ശരിക്കും അടർത്തപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത്തരം സലാത്തുകളിൽ അവരെ ആശ്രയിക്കുന്ന അവസ്ഥ വന്നു. അല്ലാഹുൽ മുസ്തആൻ. സലാത്ത് ഉണ്ടല്ലോ, ഇപ്പോൾ ഇബ്രാഹിം സലാത്ത് ഉണ്ടല്ലോ, ഈ സലാത്തിൻ്റെ ആശയം ഉണ്ടല്ലോ, ആ ആശയത്തെ വിടാത്ത രീതിയിൽ, അർത്ഥത്തിൽ അതിര് വിടാത്ത രീതിയിൽ ഒരാൾ സലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, സലാത്തിൻ്റെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ഫിൽ അവ്വലീൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ഇലാ യൗമിദ്ദീൻ. ഇങ്ങനെയൊക്കെ ചില സലാത്ത്, പിന്നെ ചില സലാത്ത് ഉണ്ടല്ലോ ഈ ഗ്രന്ഥരചനകളുടെയൊക്കെ തുടക്കത്തിൽ കാണാം. അതൊന്നും എന്തല്ല, ഇതേപോലെ അതിശയോക്തിയോ പിന്നെ അതിൽ അതിരുകവിയലോ ഒന്നും ഇല്ലാത്ത ഈ ഇബ്രാഹിമി സലാത്തിൻ്റെ ആ ദർജ ഉണ്ടല്ലോ, അതിൻ്റെ ആശയത്തിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള സലാത്താണ്. അങ്ങനെ ചെല്ലുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അപകടങ്ങൾ എന്താണ്, ഇത് കൃത്രിമമായിട്ട് ഇവർ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇതിനെ അവരെന്ത് ചെയ്തു, ഇപ്പോൾ ഒരു സംഗതി ബിദഅത്തായാലും എപ്പോഴാണ്, ദീനിലൊരു കാര്യം ബിദഅത്താകുമ്പോൾ, ദീനിലൊരു കാര്യം ഉണ്ടാക്കിയിട്ട് അത് ഇതിനെക്കുറിച്ച് പറയാം, ഇത് നിങ്ങൾ ഇന്നപ്പം ചെല്ലണം, അങ്ങനെ പാടില്ല, ഇന്നപ്പം ചെല്ലണം. അതേപോലെ തന്നെ ഇന്ന സ്ഥലത്ത് ചെല്ലണം, ഇന്ന എണ്ണം ചെല്ലണം, ഇന്ന കാരണത്താൽ ചെല്ലണം. അതൊക്കെ പറയാൻ അധികാരം ആയിരിക്കേ ഉള്ളൂ. വഹയ്യ് പ്രകാരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേ ഉള്ളൂ. ഇവർ ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ പദപ്രയോഗങ്ങൾ തന്നെ പലതും തീവ്രമാണ്, പലതും ആശയപരമായി സ്ഖലിതം ഉള്ളതാണ്, തെറ്റുള്ളതാണ്. പിന്നെ അവർ പറയാണ് ഇത് ഇന്ന എണ്ണം ചെല്ലണം, അത് ഇന്നയിടത്ത്, ഇന്ന ഹാജത്ത് നേടാൻ, ഇന്ന ആവശ്യം നേടാൻ, ഇന്ന കാര്യം വീടാൻ. ഇതൊക്കെ ഇവർക്ക് വഹയുണ്ടോ ഇതൊക്കെ പറയാൻ? പിന്നെ അതിൻ്റെ കൂലി ഇത്രയാണ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇത്രയാണ്, ഇതൊക്കെ പറയാണ് ഇവരുണ്ടാക്കിയത്, ഓല പോക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയത്. അതുകൊണ്ടൊക്കെയാണ് ഇത് പല നിലക്ക് ഇതെന്താണ്, ഇത് പല നിലക്ക് ഇത് തെറ്റ് ആയി മാറുന്നത്. അല്ലാഹുൽ മുസ്തആൻ. സ്വലാത്ത് എന്ന് നിസ്കാരത്തിന് പറയും. സ്വലാത്തിൻ്റെ മാന ദുആ എന്നുള്ളതാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദുആ എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ അൽ ഇസ്തിഗ്ഫാർ, അർ-റഹ്മ, ഇതിനൊക്കെ സ്വലാത്ത് പറയും ഭാഷയിൽ. ഈ അൽ ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമീസ് ഫി കിതാബില്ലാഹിൽ അസീസ് എന്ന് പറയുന്ന കിതാബുണ്ട് ഫൈറൂസാബാദി. അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ സ്വലാത്ത് എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ടല്ലോ, അത് 13 വിഭക്ഷയായിട്ട് അതിൻ്റെ തെളിവുകളും ഉദാഹരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. 13 വിഭക്ഷ സ്വലാത്തിന്. ഏതായാലും അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വസല്ലി അലൈഹിം എന്ന് പറയുന്നത് ഉദൂ ലഹും എന്നാണ്. വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറയണം. സല്ലി അലൈഹിം എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ മൻ ദുഇയ ഇലാ ത്വആമിൻ, ഒരാൾ ഭക്ഷണം തിന്നാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ ഫൽയുജീബ്, ഉത്തരം ചെയ്യാൻ പറഞ്ഞു. ഇൻകാന സായിമൻ ഫൽയുസല്ലി വ ഇൻകാന മുഫ്തിറൻ ഫലിയത്അം. ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണം സ്വീകരിക്കണം. നോമ്പുകാരനാണെങ്കിൽ ഫൽയുസല്ലി, എന്താ ഫൽയുസല്ലി ആണ്? നിസ്കരിക്കട്ടെ എന്നല്ല, ദുആ ചെയ്യട്ടെ. നോമ്പില്ലാത്തവനാണെങ്കിൽ ഫലിയത്അം, തിന്നട്ടെ, ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ എന്താണ് സല്ലി എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുക. സലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നർത്ഥം. അതാണ് അതിൻ്റെ അടിസ്ഥാനം. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഭാഷയിലും ഒക്കെ സലാത്ത് ദുആയാണ്. പിന്നെ നിസ്കാരത്തിന് അത് സാങ്കേതിക വിവക്ഷയാണ്. നിസ്കാരം എന്താണ്? എന്താ നിസ്കാരത്തിൻ്റെ താരീഫ്, നിർവചനം? അപ്പോൾ നോമ്പോ കള്ള നിസ്കാരത്തിൻ്റെ താരീഫ് എന്താണ്? നിർവചനം. നമ്മൾ നിസ്കാരം നിർവഹിക്കൂല. നമ്മളെ നിസ്കാരം ഇപ്പം അഖ്വാലുൻ അമാലുൻ മഖ്സൂസ മബ്ദൂഅത്തുൻ ബിത്തക്ബീർ വ മഖ്തൂമത്തുൻ ബിത്തസ്ലീം മഅൻ നിയ്യ. എന്തായാലും നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ, പ്രവൃത്തികൾ, അതാണ് സലാത്ത്. അതല്ല അതിൻ്റെ താരീഫ്, നിർവചനം അതാണ്. ചില വാക്കുകളാണ്, പ്രവൃത്തികളാണ്. പക്ഷേ ആ വാക്കുകളും പ്രവൃത്തികളും തുടങ്ങുന്നത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. മബ്ദൂഅത്തുൻ ബിത്തക്ബീർ മഖ്തൂമത്തുൻ ബിത്തസ്ലീം, സലാം കൊണ്ടാണ് അവസാനിക്കുന്നത്. പക്ഷേ ആ വാക്കുകളും പ്രവൃത്തികളും മഅൻ നിയ്യ, നിയ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിർവഹിക്കുന്നത്. അതാണ് സലാത്ത്, അസ്സലാത്ത്. അതതിൻ്റെ ഭാഷാപരമല്ല, പിന്നെ സാങ്കേതികമായ നിർവചനം, സാങ്കേതികമായിട്ടുള്ള നിർവചനം. പക്ഷേ പിന്നെ എന്തിനാണ് ദുആ എന്ന അർത്ഥമുള്ള സലാത്ത് ഈ സലാത്തിന് പറഞ്ഞത്? ഈ നിസ്കാരം എന്താണ്? അത് ദുആയാണ് അല്ലേ? നിസ്കാരം എന്താണ്? ദുആയാണ്. ഒന്നുകിൽ നേരിട്ട് ദുആ അതിലുണ്ട്, റബ്ബി ഗഫിർലി, അല്ലാഹുമ്മ, ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിനെ വിളിച്ചുകൊണ്ട് നേരിട്ട്. മറ്റത് നേരിട്ടല്ലെങ്കിലും നമുക്ക് എന്താണ്, നമ്മളുടെ ഓരോ കർമ്മങ്ങൾ എന്താണ്, അത് ദുആയിൽ അധിഷ്ഠിതമാണ്. ദുആ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ നിസ്കാരമാണത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ദുആയിൽ അധിഷ്ഠിതമാണ് നിസ്കാരം എന്നതിനാലാണ് ദുആ എന്ന അർത്ഥമുള്ള സലാത്ത് എന്ന പദത്തെ പേരിട്ടത്, നിസ്കാരത്തിന് പേരിട്ടത്. അതുകൊണ്ടും അതാണ് അതിൻ്റെ ഒരു വജ്ഹ്. ഇവിടെ നമ്മൾ ആയത്ത് ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറഹ വഅഅദ്ദ ലഹും അദാബൻ മുഹീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല നമ്മൾ ഈ സൂറത്ത് അഹ്സാബിൽ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പിന്നെ യാ അയ്യുഹൻ നബിയ്യു തഖില്ലാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വരുന്നത്. പലതും നബിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ നിന്ന് അറിയിക്കുന്ന ഒരു വലിയ ഹക്ക്, അത് നമ്മുടെ സലാത്തും സലാമും സദാ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു. തിരുനബിയെ ബഹുമാനിക്കുകയാണ് വേണ്ടത്, ആദരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് പാടില്ല, അല്ല ഒരു അന്യായം, അക്രമം പാടുള്ളതല്ല. അതാണ് ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഉദ്ദേശം. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു, ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ, അവർ യുഅ്ദൂൻ, യുഅ്ദൂൻ അതയിൽ നിന്നാണ്. അതെന്നാണ് ഉപദ്രവമാണ്, അതാ ഉപദ്രവം. യുഅ്ദൂന അവർ ഉപദ്രവിക്കുന്നു, ആദാ എന്നതാണ് അതിൻ്റെ അതാ യുഅ്ദി. യുഅ്ദൂന അവർ ഉപദ്രവിക്കുന്നു അല്ലാഹ, അല്ലാഹുവേ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹുവിനെ ദ്രോഹിക്കുന്ന ഒരു കൂട്ടർ. വറസൂലഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ദ്രോഹിക്കുന്നവർ. ലഅനഹുമുല്ലാഹ് അല്ലാഹു അവരെ ലാൻ ചെയ്തിരിക്കുന്നു. ലഅനഹും അവരെ അല്ലാഹു ലാൻ ചെയ്തിരിക്കുന്നു. ഫിദ്ദുന്യ ദുനിയ, ഇഹത്തിൽ ദുനിയാവിൽ, വൽ ആഖിറത്തി ആഖിറത്തിലും. വഅഅദ്ദ ലഹും അല്ലാഹു അവർക്ക് ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. വഅഅദ്ദ ലഹും അല്ലാഹു അവർക്ക് ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. അദാബൻ മുഹീന, അദാബൻ മുഹീന, അദാബൻ ശിക്ഷയെ, മുഹീന നിന്ദ്യമാക്കുന്ന, അപമാനിതമാക്കുന്ന, നിന്ദ്യമാക്കുന്ന, അപമാനിതമാക്കുന്ന ശിക്ഷ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ഇനി നോക്കി നിങ്ങൾ, ഇനി തുടർന്ന് പറയുന്നത് വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളെ ദ്രോഹിക്കുന്ന വിഷയം ഇനി പറയുന്നത്. അത് വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കൽ, ആരോട് ദ്രോഹിക്കലിനോട് ചേർത്ത് പറഞ്ഞു? അള്ളാഹുവിനോട് ദ്രോഹിക്കുമ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കൽ അള്ളാഹിനെ ദ്രോഹിക്കലാണ്. എനിക്കില്ലാണ്, അള്ളാഹു കാക്കട്ടെ.
മൻ ആദാനി ഫഖദ് ആദല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ആദാനി, വല്ലവരും എന്നെ ദ്രോഹിച്ചാൽ ഫഖദ് ആദല്ലാഹ്, അവൻ അള്ളാഹിനെ ദ്രോഹിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹിനെ ദ്രോഹിക്കൽ വേറെ ഉണ്ട്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്രോഹിച്ചിട്ടെങ്കിൽ അത് അള്ളാഹിനെ ദ്രോഹിക്കൽ കൂടിയാണ് എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അലാ കുല്ലി, ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ മക്കാമിനെ, സ്ഥാനത്തെയാണ് അറിയിക്കുന്നത്. അള്ളാഹുവിനെ ദ്രോഹിക്കുന്നതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുന്നത് ചേർത്ത്. ഇവിടെ പടപ്പുകളെ ദ്രോഹിക്കുന്ന വിഷയം പറയുന്നുണ്ട്. റസൂലുള്ള പടപ്പാണ്, പക്ഷേ ആ പടപ്പുകളിലേക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ദ്രോഹത്തെ പറഞ്ഞത്. അപ്പോൾ അതതിൻ്റെ ഗൗരവത്തെയാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്ഥാനത്തെയാണ് അറിയിക്കുന്നത്. തയ്യിബ്, ഈ ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ്, തീർച്ചയായും അള്ളാഹുവെ ദ്രോഹിക്കുന്നവർ. അള്ളാഹുവിനെ ദ്രോഹിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ ദ്രോഹിക്കുന്നത് അള്ളാഹ്ക്ക് അനിഷ്ടമുണ്ടാക്കുന്ന, അപ്രിയമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഈ അതുണ്ടല്ലോ, അത് കൗൽ അതിയ്യത്ത് എന്നതിന് പറയാം. കൗലിലുണ്ട്, വാക്കാലുണ്ട്, ഫിഅലിലുണ്ട്. അത് സബ്, അതേപോലെ ശത്തും, ചീത്ത പറയുക, അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുക, അതും അള്ളാഹുവിൻ്റെ ദീൻ, അതിനെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള ദ്രോഹമാണ്. അള്ളാഹുവിനോടുള്ള ദ്രോഹമാണ് വാക്കാൽ. അതിൻ്റെ ഒരു ഉദാഹരണം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് പറഞ്ഞു തന്നു. യുദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ദ്രോഹിക്കുന്നു. യുദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് മനുഷ്യൻ ദ്രോഹിക്കുന്ന വിഷയം എന്താ പറഞ്ഞത്? യസുബുദ്ദഹർ വാ ദഹ്റ എന്ന് പറയും, അല്ലെങ്കിൽ ഖൈബത്തുദ്ദഹർ എന്ന് പറയും. കാലത്തെ പഴിക്കും, കാലത്തെ ശപിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉഖല്ലിബുൽ ലൈല വന്നഹാർ, കാലം ഉണ്ടല്ലോ, ഈ പിന്നെ സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയം മാത്രമാണ് കാലം, സമാൻ അല്ലേ, കാലം. പക്ഷെ അതിൽ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? മുതസർറിഫ് ആരാ? കൈകാര്യകർത്തൃത്വം അള്ളാഹുവിനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഈ കാലത്തെ ശപിക്കുന്നതും പഴിക്കുന്നതും ഈ കാലങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളാലാണല്ലോ, ചില വിഷയങ്ങളാലാണ്. യുഖല്ലിബുൽ ലൈല വന്നഹാർ, അള്ളാഹുവാണ്. അള്ളാഹു പറയാണ് ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാണ് രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത്. ഉഖല്ലിബുൽ അയ്യാമ വല്ലയാലി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പഴിക്കലും ശപിക്കലും അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ടാണിത് അള്ളാഹ്ക്ക് അനിഷ്ടമാണ്, അള്ളാഹ്ക്ക് അപ്പിറയുള്ള വിഷയമാണ്. യുദീനി ഇബ്നു ആദം, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പിന്നെ ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹ്ക്ക് അനിഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ പിന്നെ ഈ അള്ളാഹ്ക്കൊരു ഉപദ്രവവും മനുഷ്യന്മാർക്ക് വരുത്താൻ പറ്റില്ല. ലൈ യദുറല്ലാഹ ഷൈഅൻ എന്നാണ്. അള്ളാഹ്ക്ക് ഒട്ടും ദറർ വരുത്താൻ കഴിയില്ല എന്നുള്ളത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണ്. മാനവരെ ആസകലം മനുഷ്യരെല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിലും ഒരു ഖുദ്സിയ ഹദീസിൽ പറഞ്ഞില്ലേ, പിന്നെ ഒരു ഉപദ്രവം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നേരെ ഉപദ്രവം വരുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ്. ഇന്നക്കും ലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി, നിങ്ങൾ പടപ്പുകൾ എല്ലാവരും എനിക്കൊരു ഉപദ്രവം എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപദ്രവം എന്നെ വരുത്താൻ സാധിക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ആളുകൾ പാപങ്ങൾ ചെയ്യുമ്പോൾ, കുറ്റങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ശിർക്ക് ചെയ്യുമ്പോൾ അള്ളാഹു അതിൽ എന്ത് ചെയ്യും? നീരസപ്പെടും. അള്ളാഹു അതിൽ പിന്നെ അനിഷ്ടം, അതേപോലെ തന്നെ അപ്രിയം അള്ളാഹുവിൽ ജനിക്കും എന്നുള്ളതാണ്. അത് പിന്നെ ഒരു സൽഗുണല്ലേ, അതൊരു ഉത്തമമായ ഗുണമല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദാഹരണം, ഇപ്പോൾ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പിന്നെ അനിഷ്ടകരമായൊരു വിഷയം, അപ്രിയമായൊരു വിഷയം ഉണ്ടായി, അയാൾ അതിലിങ്ങനെ പിന്നെ ഒരു വികാരം പ്രകടിപ്പിക്കാതെ നിൽക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ച് എന്താ പറയുക? ഓയത്തക്കാരെന്നല്ല, ശരിക്കും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിർവികാരനായി നിൽക്കുന്നത് അക്രമക്കുമുള്ള കഴുതയാണ് അല്ലേ. കഴുതക്കാണ് അങ്ങനത്തേനോട് കൂസല്ല നിൽക്കൽ.
അതായത് ഈ പ്രതികരണം ഉണ്ടല്ലോ, പ്രതികരണം ഇപ്പോൾ അനിഷ്ടകരമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് അനിഷ്ടത്തിൽ വർത്തിക്കുക എന്നുള്ളത് എന്താണ്, അതൊരു വേണം, ആ ഗുണം വേണം. ഒരു ഉപദ്രവകരമായ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഉപദ്രവമായിട്ട് അനുഭവിക്കണം, അതൊരു സൽഗുണമാണ്. അതില്ലെങ്കിൽ അവനെക്കുറിച്ചാണ് മറ്റേ പേര് വിഷയം. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിലേക്ക് ഇത് ചേർക്കുമ്പോൾ, ഈദായിനെ ചേർക്കുമ്പോൾ ഇത് അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ പൂർണ്ണതയുടെ ഒരു വിശേഷണമാണത്. അള്ളാഹ്ക്ക് ഒരു പൂർണ്ണതയുടെ വിശേഷണമാണ്. നമുക്കത് പറയാം. ഇവിടെ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, നമ്മളെ സലാത്തിൻ്റെ വിഷയം, അത് ഞാനിത് കൂടുതൽ പറയാൻ കാരണം നമ്മളതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തുക്ഫ ഹമ്മക്ക് എന്നാണ്, വിഷമം വഴിമാറാൻ സലാത്ത്. അപ്പോൾ നമ്മൾ സലാത്തിനെ വർദ്ധിപ്പിക്കുന്ന വിഷയം നമ്മൾ ശീലിക്കണം. പ്രത്യേകിച്ച് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ദുആ ചെയ്യാൻ നമ്മൾ കൈ ഉയർത്തുമ്പോൾ സലാത്ത് ചെല്ലുക എന്നുള്ളത് അതൊരു മുഖ്യമായ വിഷയമായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.